കൊല്ലം മയിലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ദേശീയപാത അതോറിറ്റി. 3 അംഗ സംഘം സംഭവം അന്വേഷിക്കുമെന്ന് കളക്ടർ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥതല യോഗത്തിൽ ദേശീയപാത അതോറിറ്റി അറിയിച്ചു. അപകടത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിന്റെ തലയിലിടാൻ നോക്കേണ്ടെന്നും നിർമ്മാണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല, എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡ് നിർമ്മിക്കുന്നതിന്റെ ഡിസൈൻ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ, അതിന്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവരത് കൃത്യമായി നിർവഹിക്കേണ്ടവരാണ്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. റീലെടുക്കാൻ ഓടി നടന്നവർക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പരിഹാസം. ഇന്നലെ വീണ്ടും കൊല്ലം ജില്ലയിൽ കൊട്ടിയത്ത് ഹൈവേ തകർന്നു വീണു. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെയോ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെയോ മുൻപാകെ ഒരു പരാതിയില്ല. അപ്പൊ റീലിട്ട് നടക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടി കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുന്ന ആളുകൾക്ക് ഈ വ്യാപകമായി തകർന്നു വീഴുന്ന ഈ പാലങ്ങളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? മനുഷ്യന്റെ ജീവനാണ്. ഇന്നലെ ആ കുഞ്ഞുങ്ങൾ 36 കുഞ്ഞുങ്ങൾ സത്യത്തിൽ നമ്മുടെ ശ്വാസം നിന്നുപോയി. യാതൊരുവിധ സേഫ്റ്റി പ്രൊസീജിയറും ഇല്ലാതെ അഴിമതിയുടെ നിർമ്മിതിയാണ് ഈ ഹൈവേയുടെ നിർമ്മാണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും അക്കാര്യത്തിൽ ഒരുപോലെ പങ്കുണ്ട്. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, ഇതിലിപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അന്വേഷിക്കും. കൂടാതെ വിവിധ വകുപ്പുകൾ ചേർന്നൊരു സംയുക്ത സമിതിയുടെ അന്വേഷണം. ഈ അന്വേഷണം വളരെ വേഗം തന്നെ നടത്തി അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതിലേക്കാണോ കാര്യങ്ങൾ? അനുജ, ഈ സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് കളക്ടർ ഇന്ന് ഉദ്യോഗസ്ഥല യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന പൊതുവായ തീരുമാനം ഈ മയിലക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അത് ആഴത്തിലുള്ള ഒരു സർവേ നടത്താനാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥലങ്ങളിൽ പഠനം നടത്താനും ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ 3 അംഗ സംഘം, അത് ഡൽഹിയിൽ നിന്നുള്ള സംഘമാണ്. ആ സംഘം അവിടെ അന്വേഷണം നടത്തും. ഏതെങ്കിലും തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചില അപാകതകൾ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നിർമ്മാണ കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകും. ആ റിപ്പോർട്ട് വൈകാതെ തന്നെ ലഭിക്കുമെന്ന ഒരു വിശ്വാസമാണ് കളക്ടർ പങ്കുവച്ചത്. പക്ഷേ അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു സംയുക്ത സമിതിയുടെ പരിശോധന നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശാനുസരണം കളക്ടർ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ ജിയോളജിസ്റ്റും പൊതുമരാമത്തിന്റെയും ഭൂഗർഭ വകുപ്പിന്റെയും അടക്കം ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന യോഗമായിരിക്കും, ആ സമിതിയായിരിക്കും അന്വേഷിക്കുക. ആ സമിതി മയിലക്കാട് എന്താണ് നടന്നതെന്ന് സംബന്ധിച്ച് നാളെ തന്നെ കളക്ടറിന് റിപ്പോർട്ട് നൽകും. മയിലക്കാട് പോലെ 3 ഇടങ്ങൾ കൂടി കൊല്ലം ജില്ലയിൽ ഇത്തരത്തിലുണ്ട് എന്ന പരാതിയാണ് കളക്ടർക്ക് മുമ്പാകെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹെഡ് എന്ന രീതിയിൽ അദ്ദേഹം ആ സ്ഥലങ്ങൾ കൂടി പരിശോധിക്കാനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ റിപ്പോർട്ടും നാളെ തന്നെ ഉണ്ടാകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറാനാണ് നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെ മേധാവി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഈ ഉദ്യോഗസ്ഥലത്തിൽ വീഴ്ച എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടപടിയിലേക്ക് തന്നെയാകും പോവുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്ന കാര്യം കൂടി കളക്ടർ വ്യക്തമാക്കുന്നു. അതേസമയം ഈ ഡിസംബർ 8 മുതൽ തന്നെ ഇപ്പോൾ തകർന്ന ആ റോഡിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ NHAI പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അത് നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. പുനർനിർമ്മിക്കുന്നതിനൊപ്പം അത് സംരക്ഷണ ഭിത്തി ഒരുക്കിക്കൊണ്ടായിരിക്കും അതിലൂടെ ഗതാഗതം സുഗമമാക്കുക എന്നുള്ളതാണ് NHAI വ്യക്തമാക്കിയത്. അതേസമയം ഈ യോഗത്തിൽ നിർമ്മാണ കമ്പനി പ്രതിനിധികൾ പങ്കെടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ നിർമ്മാണ കമ്പനി പ്രതിനിധികളോട് പിന്നീട് വിശദീകരണം തേടാനാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. ഇതിലൊരു കാര്യം കൂടി അരുൺരാജ്, ഇത് യാത്ര സുഗമമാകുന്നത് എപ്പോഴാണ്, ഗതാഗതത്തിന് തുറന്നു കിടക്കുന്നത് എപ്പോഴാണ് എന്നത് കൃത്യമായൊരു തീയതി പറഞ്ഞിട്ടുണ്ടോ NHAI? അനുജ, ഇന്നും നാളെയും ഇതേ രീതിയിൽ തന്നെ ഈ ഗതാഗത നിയന്ത്രണം തുടരും. ഡിസംബർ 8 ഉച്ചയോട് തന്നെയായിരിക്കും ഇക്കാര്യത്തിലൊരു യാത്ര, അതുവഴിയുള്ള യാത്ര ആരംഭിക്കുക. കാരണം തെരഞ്ഞെടുപ്പാണ് ഡിസംബർ 9 തെക്കൻ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഡിസംബർ 9 മുതൽ ഈ പാത തുറന്നു കൊടുക്കാനാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. ഡിസംബർ 8 ഉച്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും. അതുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാൻ തന്നെ NHAIക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NHAI തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും എന്നുള്ളതാണ് കളക്ടർ ഇന്ന് വ്യക്തമാക്കിയത്.
ശരി, അതാണ് ആ ദൃശ്യങ്ങൾ ഭീതിതമാണ്. എത്രത്തോളം ഭീതിതമായ കാര്യമാണ് സംഭവിച്ചത് എന്നത് വെളിവാക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടിയാണ് ഇന്നിപ്പോൾ 24 പുറത്തുവിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.